അടുത്ത ചോദ്യം, ഗിവ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സിന്റെ ഒക്കെ IUPAC നെയിം എഴുതണം. അപ്പോൾ നമുക്ക് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ മെഷർ ചെയ്ത് നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വേർഡ് റൂട്ട് ചൂസ് ചെയ്തു, ബാക്കിയൊക്കെ സബ്സ്റ്റിറ്റ്വൻസ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് നെയിമിങ് ചെയ്യാനറിയാം. ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 5 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ആൽക്കഹോളാണ്. അപ്പോൾ പെൻറ്റനോളാണ്. ആദ്യത്തെ കാർബണിൽ തന്നെ OH ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പെൻറ്റൻ 1 ഓൾ. പിന്നെ രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ഓരോ CH3 ഗ്രൂപ്പ് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. നാലാമത്തെ കാർബണിൽ ക്ലോറോ ഉണ്ട്. നമുക്കറിയാം ക്ലോറോയിലത്തെ C ആൽഫബറ്റിക്കലി മീഥൈലിന്റെ മുന്നേ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് 4 ക്ലോറോ വേണം നമ്മൾ ആദ്യം എഴുതാൻ. 4 ക്ലോറോ, 2 3 ഡൈമീഥൈൽ, പെൻറ്റൻ 1 ഓൾ. അടുത്തത്, അപ്പൊ ഇത് ശരിക്കും ഈഥർ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇപ്പുറത്തും ഇപ്പുറത്തും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഒരു ഈഥർ ആണ്. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ, ഇവിടുത്തെ കാർബൺ ആറ്റം അതായത് ഈഥൈൽ ഗ്രൂപ്പാണ് ഈ ഓക്സിജന്റെ ഇപ്പുറത്തെ ഭാഗത്ത്. ഈ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. അതിന്റെ തന്നെ രണ്ടാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രൊപ്പൈനെ നമ്മൾ പാരന്റ് ചെയിൻ ആക്കിയിട്ട് എടുത്തിട്ട് ഇത് സബ്സ്റ്റിറ്റ്വന്റ് ആയിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ നെയിം ചെയ്യേണ്ടത്. അപ്പോൾ 1 2 3 ഏത് ഇവിടെ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും ഇപ്പുറത്തുനിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിലും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഒരു സബ്സ്റ്റിറ്റ്വന്റ് വരുന്നത്. സബ്സ്റ്റിറ്റ്വന്റിന്റെ പേരെന്താ? എത്തോക്സി. അപ്പോൾ 2 എത്തോക്സി പ്രൊപ്പെയിൻ എന്നാണ് ഇതിനെ നെയിം ചെയ്യേണ്ടത്. 2 എത്തോക്സി പ്രൊപ്പെയിൻ ഒരു ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ് ആയിട്ടാണ്, മറിച്ച് ഈഥർ ആയിട്ടല്ല നമ്മൾ ഇതിനെ പേര് കൊടുക്കുക. ഒരു ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്യണത്. 2 എത്തോക്സി പ്രൊപ്പെയിൻ എന്നാണ് നമ്മൾ ഇതിനെ പേര് കൊടുക്കുക. ഇനി ഇത് നമുക്കറിയാം അരോമാറ്റിക് ആയിട്ടുള്ള ആൽക്കഹോൾ ഫീനോൾ ആണ്. അപ്പൊ നമ്മൾ ഫീനോൾസിനെയൊക്കെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്വൻസ് ഇത് ഫസ്റ്റ് കാർബൺ 1 2 3 4 5 6. അപ്പൊ ആ നമ്പർ ഏതൊക്കെ ഏത് പൊസിഷൻസിലാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്വന്റ് വരണേ എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ ഫീനോളിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെ നെയിം ചെയ്യണം? 2 1 2 3 4 5 6. അപ്പൊ 2 6 ഡൈമീഥൈൽ ഫീനോൾ. 2 6 ഡൈമീഥൈൽ ഫിനോൾ. ഇനി ഇതൊരു സൈക്ലോഹെക്സേൻ ആണ്. ഒരു നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു OC2H5 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യത്തെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 എത്തോക്സി 2 നൈട്രോ സൈക്ലോഹെക്സേൻ എന്ന് പേര് കൊടുക്കണം. അതായത് സൈക്ലോഹെക്സേൻ്റെ ഡെറിവേറ്റീവ് ആക്കിയിട്ട് എടുത്തു. ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്തു. ആദ്യത്തെ പ്രയോറിറ്റി ഈ ഗ്രൂപ്പിനാണ്. പിന്നെ നൈട്രോ ഗ്രൂപ്പ് OC2H5 എന്ന് പറയുന്നത് എത്തോക്സി, ഇത് നൈട്രോ. അപ്പോൾ 1 എത്തോക്സി 2 നൈട്രോ സൈക്ലോഹെക്സേൻ എന്നതിനെ പേര് കൊടുക്കാം. അടുത്ത ചോദ്യമാണ്, ഗിവ് ദ സ്ട്രക്ചേഴ്സ് ആൻഡ് IUPAC നെയിംസ് ഓഫ് ദ പ്രോഡക്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറും അതിന്റെ IUPAC നെയിമും എഴുതാനാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ കറ്റാലിറ്റിക് റിഡക്ഷൻ ഓഫ് ബ്യൂട്ടനാലിന്റെ കറ്റാലിറ്റിക് റിഡക്ഷൻ ആണ്. അപ്പൊ ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ 4 കാർബൺ വരുന്ന ഒരു ആൽഡിഹൈഡ് ആണ്. അതിനെ കറ്റാലിറ്റിക് റിഡക്ഷൻ, പലേഡിയത്തിന്റെ ഒക്കെ പ്രസൻസിൽ നമ്മൾ കറ്റാലിറ്റിക് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ്സ് ആണെങ്കിൽ അപ്പോൺ റിഡക്ഷൻ നമുക്ക് എന്താണ് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. കീറ്റോൺസ് ആണെങ്കിൽ റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾസ് കിട്ടും. അപ്പൊ ഇവിടെ ബ്യൂട്ടനാൽ എന്ന് പറയുന്നത് പ്രൈമറി ആൽഡിഹൈഡ് ആണ്. അതിന്റെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. CH2 സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്ന കറസ്പോണ്ടിങ് ആൽക്കഹോൾ. ഇവിടെ 4 കാർബൺ ആറ്റം വന്നിട്ടുണ്ട്. അപ്പൊ 4 കാർബൺ ആറ്റം വരുന്ന ഒരു ആൽക്കഹോൾ, അതായത് ബ്യൂട്ടൻ 1 ഓൾ ആണ് നമ്മുടെ പ്രോഡക്റ്റ്.
ഇനി അടുത്ത ചോദ്യമാണ് ഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പീൻ ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. പ്രൊപ്പീനിന്റെ ഹൈഡ്രേഷൻ. അപ്പൊ നമുക്ക് പ്രൊപ്പീൻ എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണ്. അവിടേക്ക് വാട്ടർ എന്ന് പറയുന്നത് H+ഉം OH- ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിൽ ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നമ്മളിവിടെ ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അഡിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോണിക്കോവ്സ് റൂൾ. മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ടാണ് അഡിഷൻ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഈ ആഡ് ചെയ്യണ എഡൻഡത്തിന്റെ നെഗറ്റീവ് പാർട്ട് എവിടെയാണോ കാർബൺ ആറ്റം കുറവുള്ളത്, ഡബിൾ ബോണ്ടിന്റെ ഏത് സൈഡിലുള്ള കാർബണിലാണോ ഹൈഡ്രജന്റെ എണ്ണം കുറവ്, അവിടേക്ക് ഈ റിയേജന്റിലെ അതായത് ആഡ് ചെയ്യുന്ന റിയേജന്റിന്റെ നെഗറ്റീവ് പാർട്ട് വരും. അപ്പൊ ഇവിടെ ഈ രണ്ട് കാർബൺ ആറ്റംസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ഹൈഡ്രജൻ കുറവ്, അവിടേക്ക് OH- അറ്റാച്ച് ചെയ്യും, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എന്ത് ഹൈഡ്രജൻ പോവും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്താ കിട്ടുക? CH3 CHOH CH3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. അതായത് 3 കാർബൺ വരുന്ന ഒരു ആൽക്കഹോൾ ആണ്. അതിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് എന്തുള്ളത്? OH ഉള്ളത്. അപ്പൊ ഇവിടെ പ്രോഡക്റ്റിന്റെ IUPAC നെയിം എങ്ങനെയാണ്? പ്രൊപ്പൻ 2-ol. ഓക്കെ, ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ആണ് റിയാക്ഷൻ ഓഫ് പ്രൊപ്പനോൺ വിത്ത് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. പ്രൊപ്പനോൺ വിത്ത് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്. ഓക്കെ, ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പൊ നമുക്കറിയാം ഈ കാർബൺ ആറ്റത്തിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഫോം ചെയ്യും? CH3 O- ആണ്. അവിടേക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഈ ഗ്രൂപ്പും പോളാർ ആണ്. ഇത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെഗ്നീഷ്യം ആൽക്കൈൽ ഗ്രൂപ്പ്, അപ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആവും. ഇതിന്റെ ബോണ്ട് പോളാർ ആവും. ഇതിനൊരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും ഇവിടേക്ക് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും വരും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാർബണ് പോസിറ്റീവ് ചാർജ് കിട്ടുമല്ലോ, അവിടേക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. നമ്മൾ നോക്കിയതാണ് അതിന്റെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്നൊക്കെ. അപ്പോൾ ഇവിടേക്ക് CH3 വരും. ഇതിന്റെ ബാക്കി പോസിറ്റീവ് പാർട്ട് ഈ O- വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അതായത് OMgBr എന്ന് പറയുന്ന ഒരു അഡക്റ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതാണ് മീഥൈൽ മെഗ്നീഷ്യം പ്രൊപ്പനോൺ മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. വാട്ടറുമായിട്ട് HOH റിയാക്ട് ചെയ്യുന്ന സമയത്ത്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ MgOH-Br ഇവിടേക്ക് ഹൈഡ്രജനും വരും, ഇപ്പുറത്തേക്ക് OHും പോവും. അതായത് MgOH-Br എന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. നമ്മുടെ പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? നമ്മുടെ പ്രോഡക്റ്റ് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ CH3 ഇവിടെ CH3 ഉണ്ട്, CH3OH. ഓക്കെ, CH3 CH3OH MgOH-Br എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം? 1 2 3 3 കാർബൺ ആറ്റംസ് വരുന്ന ഒരു ആൽക്കെയിൻ ആണ്. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും രണ്ടാമത്തെ കാർബണിൽ തന്നെ ഒരു OHും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നെയിം നമുക്ക് എങ്ങനെ എഴുതാം? 2-methyl പ്രൊപ്പൻ 2-ol എന്ന് ഈ പ്രോഡക്റ്റിന്റെ നെയിം നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ്. ഈ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഓരോന്നിനെയും ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതണം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആൽക്കഹോൾസ് ആണ്. അപ്പൊ ആൽക്കഹോൾസിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റംസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യണത് കൊണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യണത് കൊണ്ട് ബോയിലിംഗ് പോയിന്റും കൂടും എന്ന് പറഞ്ഞു. അപ്പൊ ഇതില് മെഥനോള്, പെന്റൻ 1-ol, ബ്യൂട്ടൻ 1-ol, ബ്യൂട്ടൻ 2-ol, എഥനോൾ, പ്രൊപ്പൻ 1-ol ആൻഡ് മെഥനോൾ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് കാർബൺ ആറ്റംസ് ഉള്ളത് മെഥനോൾ ആണ്. അപ്പൊ അതിനാവും ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ്.
അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എഥനോള്, അപ്പൊ അതിന് രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ് വരുന്നത്? അത് കഴിഞ്ഞിട്ട് പ്രൊപ്പനോള്, അതിന് മൂന്നാമത് പ്രൊപ്പൻ 1 ഓൾ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്യൂട്ടൻ 1 ഓളും ഉണ്ട്, ബ്യൂട്ടൻ 2 ഓളും ഉണ്ട്. അപ്പൊ ബ്യൂട്ടൻ 1 ഓളിന്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ CH3 CH2 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 OH. ഓക്കെ, ഇനി ബ്യൂട്ടൻ 2 ഓളിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ? CH3 CH2 CH2 CH OH CH3 അല്ലെ? ഈ രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ബ്രാഞ്ചിങ് ഉണ്ട്. ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഒരേ കാർബൺ ആറ്റംസ് ഉള്ള രണ്ട് ആൽക്കഹോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്, ഇതിന് ബ്രാഞ്ചിങ് ഉണ്ട്. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ, ബ്രാഞ്ചിങ് ഇല്ലാത്ത ആൽക്കഹോൾ ആണ്. അപ്പൊ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ അടുത്തത് നമുക്ക് ഈ 4 കാർബൺ ആറ്റംസ് ഉള്ള ബ്യൂട്ടൻ 1 ഓളും ബ്യൂട്ടൻ 2 ഓളും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനായിരിക്കും കുറവ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്തത് എഴുതാം ബ്യൂട്ടൻ 2 ഓൾ. ബ്യൂട്ടൻ 2 ഓൾ, അത് കഴിഞ്ഞിട്ട് ബ്യൂട്ടൻ 1 ഓൾ, അത് കഴിഞ്ഞിട്ട് ഏതാണ് അടുത്തത്? പെന്റൻ 1 ഓൾ. അങ്ങനെ നമുക്ക് അതിന്റെ ബോയിലിംഗ് പോയിന്റ്സ് എഴുതാം. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എഴുതുമ്പോൾ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദ ഇൻക്രീസ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നത് കൊണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ഒന്നുകൂടി വലുതാക്കിയിട്ട് എഴുതാൻ കാണാൻ വേണ്ടിയിട്ട് ഓക്കെ, ഇനി അടുത്തത് ഇതാണ്. അപ്പൊ ഇതില് പെന്റൻ 1 ഓൾ, പെന്റനാൽ, നോർമൽ ബ്യൂട്ടൈൻ, എത്തോക്സി ഈഥെയ്ൻ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കാർബൺ ആറ്റം കുറവുള്ള, ഇത് ഹൈഡ്രോ കാർബൺ ആണ്, അതിന് കുറവ് ബോയിലിംഗ് പോയിന്റ് നോർമൽ ബ്യൂട്ടൈൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുകയാണെങ്കിൽ നോക്കൂ, എത്തോക്സി ഈഥെയ്ൻ CH3 CH2 O CH2 CH3. ഈഥേഴ്സിനും ഹൈഡ്രോ കാർബണിന്റെയും അതുപോലെ തന്നെ എന്താ പറയാ ആൽഡിഹൈഡിന്റെ ഒക്കെ ഇടയിലാണ് ഈഥറിന്റെ ബോയിലിംഗ് പോയിന്റ് വരിക. അപ്പൊ ഇത് നമുക്ക് അടുത്തത് ഈഥർ എഴുതാം, എത്തോക്സി ഈഥെയ്ൻ എഴുതാം. ഇനി അടുത്തത് പെന്റനാലും പെന്റൻ 1 ഓളും, ഒരു ആൽഡിഹൈഡും കറസ്പോണ്ടിങ് ആൽക്കഹോളും. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം എന്താണ്? ആൽക്കഹോളിലത്തെ OH ഗ്രൂപ്പ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് ആൽക്കഹോളിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും കറസ്പോണ്ടിങ് ആൽഡിഹൈഡിനേക്കാൾ. അപ്പൊ അടുത്തത് പെന്റനാല്, പിന്നെ പെന്റൻ 1 ഓൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിനായിരിക്കും. നെക്സ്റ്റ് ആണ് arrange the following compounds in the increasing order of their acidic strength. കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിനെ അതിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? പ്രൊപ്പൻ 1 ഓൾ, 2,4,6 ട്രൈനൈട്രോഫിനോൾ, 3 നൈട്രോഫിനോൾ, 3,5 ഡൈനൈട്രോഫിനോൾ, ഫീനോൾ, 4 മീഥൈൽ ഫിനോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ നമുക്കറിയാം അരോമാറ്റിക് ആൽക്കഹോൾസ്, അതായത് ഫീനോൾസ് ഒക്കെ ഹൈലി അസിഡിക് ആണ് കറസ്പോണ്ടിങ് ടു ആലിഫാറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള ആൽക്കഹോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത് പ്രൊപ്പനോളിനാണ്. പ്രൊപ്പൻ 1 ഓൾ. പിന്നെ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫിനോൾ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കുക? ഇത് ഫീനോള് 2,4,6 രണ്ടാമത്തെ പൊസിഷനിൽ, അതുപോലെ 4ാമത്തെ പൊസിഷനിൽ, 6ാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരുന്ന 2,4,6 ട്രൈനൈട്രോഫിനോൾ. അടുത്തത് 3 നൈട്രോഫിനോൾ.
OH ഗ്രൂപ്പ് ഇതൊന്നാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വരുന്നത്. അതുപോലെ തന്നെ 3,5 ഡൈനൈട്രോഫീനോൾ, OH മൂന്നാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരുന്നത് 3,5 ഡൈനൈട്രോഫീനോൾ. അത് കഴിഞ്ഞിട്ട് ഫീനോൾ 4-methyl ഫിനോൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പൗണ്ട്സ്. അപ്പൊ നമുക്കറിയാം ഫീനോള് ബാക്കിയൊക്കെ ഫിനോളിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ ഫിനോളിന്റെ ഡെറിവേറ്റീവ്സിന്റെ ഫിനോൾ ഓൾറെഡി അസിഡിക് ആണ്. ഫിനോൾ ഡെറിവേറ്റീവ്സിന്റെ അസിഡിക് സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ ഫിനോളില് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ, NO2 പോലെയുള്ള നൈട്രോ പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫിനോളില് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് പോലെയുള്ള ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫിനോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫിനോളിനേക്കാൾ കുറവ് അസിഡിക് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ 4-methyl ഫിനോൾ എന്ന് പറയുന്ന ഇതില് മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന് ഫിനോളിനേക്കാൾ അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും. 4-methyl ഫിനോൾ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ എക്സാമ്പിളിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള നൈട്രോ ഗ്രൂപ്പ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫിനോളിനേക്കാൾ അസിഡിക് സ്ട്രെങ്ത് കൂടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ എല്ലാ കോമ്പൗണ്ട്സിലും. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് അസിഡിക് സ്ട്രെങ്ത് ഫിനോളിനാണെന്ന് പറയാം. പിന്നെ ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ കൂടുന്നു അതിനനുസരിച്ചിട്ട് ഫിനോക്സൈഡ് അയോണിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഈ മോണോ, അതായത് 3-നൈട്രോഫീനോള്, അത് കഴിഞ്ഞിട്ട് 3,5 ഡൈനൈട്രോഫീനോള്, അത് കഴിഞ്ഞിട്ട് 2,4,6 ട്രൈനൈട്രോഫീനോൾ. ആ രീതിയിലായിരിക്കും അതിന്റെ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3-നൈട്രോഫീനോൾ, അടുത്തത് 3,5 ഡൈനൈട്രോഫീനോൾ, അടുത്തത് 2,4,6 ട്രൈനൈട്രോഫീനോൾ. അടുത്ത ചോദ്യമാണ് റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ മേജർ പ്രോഡക്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻസ് നടന്നു കഴിഞ്ഞിട്ട് ഉള്ള മേജർ പ്രോഡക്റ്റിന്റെ സ്ട്രക്ചർ എഴുതണം. അപ്പൊ ആദ്യത്തെയാണ് മോണോ നൈട്രേഷൻ ഓഫ് 3-methyl ഫിനോൾ. ഫിനോള് അതിൽ തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ 3-methyl ഫിനോൾ ആണ്. ഇതിനെ മോണോ നൈട്രേഷൻ, നൈട്രേറ്റിംഗ് മിക്സ്ചറിന്റെ പ്രസൻസിൽ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഓർത്തോ നൈട്രോ 3-methyl ഫിനോളും അതുപോലെ തന്നെ പാരാനൈട്രോ 3-methyl ഫിനോളിന്റെയും മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുക. OH 3-methyl ഫിനോളായി, പാരാനൈട്രോ 3-methyl ഫിനോൾ. ഓക്കെ, ഇനി ഡൈനൈട്രേഷൻ നടക്കുകയാണെങ്കിൽ ഓർത്തോ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. അതായത് 3-methyl ഫിനോളിന്റെ ഡൈനൈട്രേഷൻ നടത്തുകയാണെങ്കിൽ ഓർത്തോ പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനോൾ ഇതിന്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ OH നൈട്രോ ഗ്രൂപ്പ് NO2, അതുപോലെ തന്നെ ഇവിടെയും NO2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനോൾ നമുക്ക് കിട്ടും. അതായത് 4,6 ഡൈനൈട്രോ 3-methyl ഫിനോൾ കിട്ടും. ഇനി അടുത്തതോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിനൈൽ മെഥനോയേറ്റ് ആണ്. അതായത് CH3COO C6H5 ആണ് ഫിനൈൽ മെഥനോയേറ്റ്. ഇത് C6H5 OCOCH3, ഇതാണ് ഫിനൈൽ മെഥനോയേറ്റ്. ഇതിന്റെ മോണോ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ, നൈട്രേറ്റിംഗ് മിക്സ്ചറിന്റെ പ്രസൻസിൽ മോണോ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പാരാനൈട്രോ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. ഇവിടെ ഓർത്തോ
ഫോം ചെയ്യില്ല, കാരണം ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് പാരാ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് റിയാക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടെറിഷറി ബ്യൂട്ടൈൽ ഈഥൈൽ ഈഥർ. ടെറിഷറി ബ്യൂട്ടൈൽ ഈഥൈൽ ഈഥർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല. വാട്ട് വുഡ് ബി ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ രീതിയിലാണ് റിയാക്ഷൻ നടക്കുക എങ്കിൽ എന്തായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വില്യംസൺ സിന്തസിസ് വഴി ഈഥർ പ്രിപ്പയർ ചെയ്യണ ഒരു റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വില്യംസൺ സിന്തസിസ് വഴി ഈഥർ പ്രിപ്പയർ ചെയ്യണ ഒരു റിയാക്ഷൻ. അപ്പൊ അതിലെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡും അതുപോലെ തന്നെ സോഡിയം ആൽക്കോക്സൈഡും ആണ്. സോഡിയം ആൽക്കോക്സൈഡും ആണ്. പിന്നെ നമ്മൾ ഈ റിയാക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആവുമ്പോഴാണ് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് റിയാക്ഷൻ നടക്കുക. SN2 സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോഴാണ് ഫാസ്റ്റർ ആയിട്ട് നടക്കുക. SN2 മെക്കാനിസം ഈസിയർ ആയിട്ട് നടക്കണമെങ്കിൽ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. ഇനി അതല്ല, ഇതേപോലെ ഒരു ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുത്തതെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷന് പകരം അവിടെ എന്താ നടക്കുക? എലിമിനേഷൻ ആണ് നടക്കുക. കാരണം ഈ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്, അതുപോലെ തന്നെ അതൊരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഈ സ്ട്രോങ് ബേസിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും? ഇവിടുത്തെ ഹൈഡ്രജനും ഇതിലത്തെ ഒരു ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ അവിടുന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താവും? ഇവിടെ ഒരു ആൽക്കീൻ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ഇവിടുന്ന് ഒരു ക്ലോറിനും എലിമിനേറ്റ് ചെയ്ത് പോയാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു ആൽക്കീൻ ഫോം ചെയ്യും അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് വിൽ ബി 1, 2, 3 3 കാർബൺ ഉള്ള ഒരു ആൽക്കീൻ ആണ്. അപ്പൊ ആദ്യത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, ഹാലജൻ റിമൂവ് ചെയ്തു. അപ്പൊ ആദ്യത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ എന്താണ്? 2 മീഥൈൽ പ്രോപ്പ് 1 ഈൻ ആണ് ഇവിടെ മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. 2 മീഥൈൽ പ്രോപ്പ് 1 ഈൻ ആണ് ഇവിടെ മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ നടക്കുമ്പോൾ ആൽക്കഹോളും ആൽക്കൈൽ ഹാലൈഡും കൂടിയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്, സോഡിയം ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് ഈഥർ ഫോം ചെയ്യണത്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആവുമ്പോൾ മാത്രമേ SN2 മെക്കാനിസം ഈസിയർ ആയിട്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ ആ കേസിൽ അവിടെ എന്ത് നടക്കും? ഈ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്, ഓക്കെ, പക്ഷെ അതിന്റെ കൂടെ തന്നെ അതൊരു സ്ട്രോങ്ങർ ബേസ് ആണ്. അപ്പൊ ഈ ബേസിന്റെ പ്രസൻസിൽ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ഒക്കെയാണ് ഉപയോഗിച്ചതെങ്കിൽ അവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടക്കും. എന്നിട്ട് ആൽക്കീൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുക. അപ്പൊ ഈ കേസിൽ ഇവിടെ 2 മീഥൈൽ പ്രോപ്പ് 1 ഈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇനി കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെറിഷറി ബ്യൂട്ടൈൽ ഈഥർ ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ റിയാക്ടൻസ്? നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒന്ന് C2H5ONa ആണ്. അതുപോലെ തന്നെ അടുത്തത് CH3 CH3 ആണ്. അപ്പൊ ഇവിടെ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് ഈ ടെറിഷറി ആയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിൽ ഇടുക. അതുപോലെ തന്നെ ഇവിടെ C2H5Cl എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വില്യംസൺസ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക? ഇവിടെ CH3O C2H5, അതായത് ടെറിഷറി ബ്യൂട്ടൈൽ ഈഥൈൽ ഈഥർ ഫോം ചെയ്യും. ടെറിഷറി ബ്യൂട്ടൈൽ ഈഥൈൽ ഈഥർ, അതായത് നമ്മളിവിടെ ജസ്റ്റ് എന്താണ് പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ ഹാലജനും ടെറിഷറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ ആൽക്കോക്സൈഡും ഫോം ചെയ്തിട്ട് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെറിഷറി ബ്യൂട്ടൈൽ ഈഥൈൽ ഈഥർ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ മേജർ പ്രോഡക്ട്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ ഹീറ്റിംഗ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈഥേഴ്സ് വിത്ത് HI. കുറെ ഈഥേഴ്സ് തന്നിട്ടുണ്ട്, അത് HI ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ സ്ട്രക്ചർ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം
വില്യംസൺ സിന്തസിസ് നമ്മളിപ്പോൾ നോക്കിയതാണ്. വില്യംസൺ സിന്തസിസ് അനുസരിച്ചിട്ട് നമ്മൾ ഈഥർ ഫോം ചെയ്യുമ്പോൾ ആൽക്കഹോൾ എടുത്തു, അതുപോലെ തന്നെ സോഡിയം ആൽക്കോക്സൈഡ് എടുത്തു. സോഡിയം ആൽക്കോക്സൈഡ് ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് ഈഥർ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഈഥർ നമ്മൾ ഇതേപോലെ HIU ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആൽക്കഹോളും സോഡിയം ആൽക്കോക്സൈഡും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡും അതായത് വില്യംസൺ സിന്തസിസ് അനുസരിച്ചിട്ട് നമ്മൾ ഈഥർ പ്രിപ്പയർ ചെയ്തത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും സോഡിയം ആൽക്കോക്സൈഡും കൂടിയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ ഈഥറിനെ HIയുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഏത് ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും കൂടിയിട്ടാണോ ഈ ഈഥർ ഫോം ചെയ്തത് അതിന്റെ കറസ്പോണ്ടിങ് റിയാക്ടൻസ് ആയിട്ടത് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ അയഡിൻ പോകുന്നത് പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലേക്കാണ് ഈ ഹൈഡ്രജൻ അയഡൈഡിലത്തെ അയഡിൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്, ഇതും ഒരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. പക്ഷെ ഇതിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവാണ്. ഇപ്പുറത്ത് CH2 CH3 എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവാണ്. ഇവിടെ നോക്കൂ CH2 CH3 CH2 CH3 എന്ന് പറയുന്ന ഒരു ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ അയഡിൻ കാർബൺ ആറ്റം കുറവുള്ള ഈ ആൽക്കൈൽ പാർട്ടിലേക്കാണ് വരിക. അപ്പൊ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 CH2 CH3 CH2OH പ്ലസ് CH3 CH2I. ഈ ഒരു പാർട്ടിലേക്ക് അയഡിൻ വന്നു. അതുപോലെ തന്നെ ഈ ഒരു റിയാക്ഷനിലും അതെ പ്രൈമറി ആയിട്ടുള്ള ആൽക്കൈൽ പാർട്ടിലേക്കാണ് അയഡിൻ വരിക. അതിന്റെ അടുത്ത പാർട്ടിൽ എന്താണ് സോഡിയം ആൽക്കോക്സൈഡ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആൽക്കഹോള് സോഡിയം ആൽക്കോക്സൈഡ് ഫോം ചെയ്ത് ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് സോഡിയം വരുമ്പോഴാണല്ലോ അപ്പൊ കറസ്പോണ്ടിങ് ആൽക്കഹോള് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, ഇവിടെയാണ് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അവിടേക്കാണ് ഹാലജൻ വന്നിട്ട് അയഡിൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പൊ എങ്ങനെയാ CH3 CH2 CH2I പ്ലസ് CH3 CH2 CH3 CH3OH. ഇവിടേക്ക് ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ വരും. ഓക്കെ, അപ്പോൾ CH3 CH2C CH3 CH3OH. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്ത് ഈ ഓക്സിജന്റെ ഒരു ഭാഗത്ത് ബെൻസൈൽ ഗ്രൂപ്പും പുറത്തെ ഭാഗത്ത് ഫിനൈൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ആറ്റങ്ങളുടെ ഒരേപോലത്തെ ഗ്രൂപ്പ് വരികയാണെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കുറവുള്ള ഭാഗത്തൊക്കെയാണ് നമ്മുടെ അയഡിൻ വരണത്, ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യണത് പറഞ്ഞു. പക്ഷെ ഇവിടെ ഓക്സിജൻ വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഫീനോൾ ഫോം ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അപ്പൊ ഇവിടെ ഫീനോളും പിന്നെന്താണ് CH2I ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക.